കിരൺ ബാബു ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, അമിത്ഷാ ഗുജറാത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ഈ ദുരന്ത സാഹചര്യത്തിൽ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടെ രക്ഷാദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയൊക്കെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രാഥമികമായ മുഖ്യ പരിഗണന നൽകിയിരിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായി പരിക്കേറ്റവർ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന അറിവിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പലർക്കും പരിക്ക്, മുറിവുകളും ചതവുകളും ഒടിവുകളും ഒക്കെ, അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ പൊള്ളലും ഏറ്റാണ് ആശുപത്രിയിൽ കഴിയുന്നത്. അവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാമെന്നുള്ള വലിയ പരിശ്രമത്തിലാണ് എന്തായാലും ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ വിമാനയാത്രികരും അതിനിടയിൽ കോളേജിലെ ഹോസ്റ്റലിൽ മെസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുമൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ഈ സ്ഥലത്ത് വിമാനത്തിൻ്റെ ഇടയിൽപ്പെട്ട ആരുടെയെങ്കിലും മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി വരുന്നത്, ഇതിലെ 242 യാത്രികരും കൊല്ലപ്പെട്ടതായി അല്ലെങ്കിൽ സാധ്യതയെക്കുറിച്ച് കൂടിയുള്ള വാർത്തകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണമടഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത കൂടിയാണ് വരുന്നത്. വിമാനം ഈ വലിയ തോതിൽ കത്തി അമർന്നതിനാൽ അല്ലെങ്കിൽ പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ചവരുടെ നിലയടക്കം അതീവ ഗുരുതരമായിരുന്നതിനാൽ അവരടക്കം മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം അതീവ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നതാണ് ഔദ്യോഗികമായി വാർത്ത പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇത്തരമൊരു അപകടത്തിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെട്ട് വരിക എന്നുള്ളത് അത്യന്തം അത്ഭുതകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. കാരണം ഇത്രത്തോളം 800 അടിയിൽ നിന്ന് ആണ് വിമാനം ഉണ്ടായിരുന്നത്. വിമാനത്തിൻ്റെ തകർന്ന് വീണ് വിമാനം ഒരു കെട്ടിടത്തിലൊക്കെ ഇടിച്ചു കയറി കെട്ടിടത്തിൻ്റെ മറുഭാഗത്തേക്ക് വിമാനം എത്തുക, അത്രത്തോളം ശക്തിയിലാണ് വന്ന് ഇടിച്ചത് എന്നതുകൂടി ആലോചിക്കണം. അങ്ങനെ തകർന്നുണ്ടായ അപകടം, അതിനെല്ലാം പുറമെയാണ് ഇതിലേക്ക് തീ പടർന്നത്. തീ പടരുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു ബോയിങ് വിമാനത്തിലൊക്കെ ലണ്ടനിലേക്ക് പറക്കുന്ന വിമാനത്തിൽ ഇന്ധനക്ഷമത കൂടിയ ഇന്ധന സംഭരണ ശേഷി സാധാരണ വിമാനങ്ങളെക്കാൾ ഇരട്ടിയിലധികം ഉള്ള വിമാനമാണ്. ആ ഇന്ധനം പെട്ടെന്ന് തന്നെ കത്തി വലിയൊരു തീഗോളമായി മാറുന്നത് നമുക്ക് കാണാമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആളുകളുടെ എല്ലാം മരണം, ഇപ്പോൾ 242 പേരും മരണമടഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം പക്ഷേ ഇതുവരെ ആ തരത്തിൽ വന്നിട്ടില്ല. പക്ഷേ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതും ആശുപത്രിയിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ തരത്തിലാണ്. മരണസംഖ്യ ഉയർന്നു, അത് 242ലേക്ക് എത്തുന്നു. എല്ലാവരും അങ്ങനെയാണെങ്കിൽ വിമാനത്തിലെ യാത്രികരിൽ ഒരാൾ പോലും ജീവൻ രക്ഷപ്പെട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ള സംശയമാണ് എന്തായാലും വരുന്നത്. അത്യന്തം ദാരുണമായ, ലോകത്തെ തന്നെ വലിയ വിമാനാപകടങ്ങളിൽ ഒന്നായി കൂടി ഇത് മാറുകയാണ് എന്നതുകൂടി പ്രധാനമാണ്. ഇപ്പോഴും വിദഗ്ധരുടെ ഭാഗത്തു നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ രംഗത്തെ വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ വിമാനത്തിൽ പക്ഷി ഇടിച്ചതാവാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. വിമാനത്തിലേക്ക് പക്ഷി ഇടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വിമാനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെന്ന് പറയുമ്പോൾ വിമാനത്തിൻ്റെ എഞ്ചിനുള്ളിലേക്ക് പ്രൊപ്പല്ലറിനുള്ളിലേക്ക് പക്ഷി കടന്നു കഴിഞ്ഞാൽ വിമാനം ഈ 3000 അടിക്ക് താഴെ നിൽക്കുന്ന സമയത്താണ് സാധാരണ ഇത്തരം 90% പക്ഷികൾ വിമാനത്തിലിടിച്ചുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇത് ഏകദേശം 800 അടിയിലായിരുന്നു. അത് ഒരു ജനവാസ കേന്ദ്രമാണ്. ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ആകാശത്ത് പക്ഷി ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഈ പ്രൊപ്പല്ലറിനുള്ളിലേക്ക് പക്ഷി കടന്നു കയറുന്ന അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് അകത്തായി പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ
പ്രൊപ്പല്ലറിന് കേടുവരാനും രണ്ട് ഭാഗത്തും ഒരേ സമയത്താണ് ഇതുണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും പ്രൊപ്പല്ലറിന് കേടുവന്ന് വിമാനത്തിനേക്കുള്ള പവർ അല്ലെങ്കിൽ ശക്തി വിമാനത്തിന് പറക്കാനുള്ള പവർ കൊടുക്കേണ്ടതാണ് ആ യന്ത്രത്തിൻ്റെ പ്രവർത്തനമാണ്. അത് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ വിമാനം പിന്നീട് നിയന്ത്രണം വിട്ട് താഴേക്ക് പോവുക അല്ലെങ്കിൽ വിമാനം വിട്ട് ആ സ്പീഡിൽ എവിടെയാണോ ചെന്ന് പതിക്കുന്നത് ആ തരത്തിൽ പതിക്കുക എന്നുള്ളത് മാത്രമാവും ഉണ്ടാവുക. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് ഇപ്പോൾ ഈ രംഗത്തെ വിദഗ്ധർ ആ സാധ്യത കാണുന്നത്. പക്ഷേ ഇതൊക്കെ ഇനി വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ്. യന്ത്രത്തകരാർ ഉണ്ടായി അപകടത്തിൽപ്പെടുന്നതിനെടുക്കുന്ന സമയം ഇതിനെടുത്തില്ല എന്നതാണ് ഇതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേ സമയം തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടമുണ്ടായി അതിനൊരു പെട്ടെന്ന് അതിന് മറ്റേതെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള സമയം ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ വേഗത്തിൽ മെയ്ഡേ അലാറം കേൾക്കുന്നു. സഹ പൈലറ്റിൻ്റെ ഉറക്കെ വിളിക്കുകയാണ് മെയ്ഡേ എന്ന്. അത് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വലിയ ജീവൻ അപകടത്തിലാവുന്ന അല്ലെങ്കിൽ വിമാനം അത്യന്തം വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടുള്ള അവസാന ജീവൻ രക്ഷ ഹെൽപ്പ് മീ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ്. ഇതാണ് പൈലറ്റുമാർ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് അത് കേട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്ന് വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതലായി പക്ഷി ഇടിച്ചുള്ള അപകടമാണ് ഉണ്ടാകുക. അത്യന്തം അപൂർവമാണ്. രണ്ട് ഭാഗത്തും ഒരേപോലെ തന്നെ പക്ഷി ഇടിക്കുകയും അത് പ്രൊപ്പല്ലറിനുള്ളിലേക്ക് കടന്നു പോവുകയും ഒക്കെ ചെയ്ത് പ്രൊപ്പല്ലറിൻ്റെ പ്രവർത്തനം തകരാറിലായി വിമാനത്തിലേക്കുള്ള പവർ പൂർണ്ണമായും ഇല്ലാതെയാവുമ്പോൾ വിമാനത്തിൻ്റെ യന്ത്രം പ്രവർത്തിക്കാതെ വിമാനം തകർന്നു വീഴുന്നൊരവസ്ഥ, അതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വിമാനം തകർന്നു വീണ് വിമാനം പെട്ടെന്ന് തന്നെ ഒരു തീഗോളമായി തന്നെ മാറുകയായിരുന്നു. അതൊക്കെ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. വിമാനം തകർന്നു വീഴുന്നതും ആ തകർന്നു വീഴുന്നതിൻ്റെ സെക്കൻഡുകൾ പോലും എടുക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ അതൊരു തീഗോളമായി വിമാനം മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ തീക്കകത്ത് പെട്ടു നിൽക്കുന്ന മനുഷ്യർ ഇനി ആരെങ്കിലും ഈ വിമാനത്തിനുള്ളിൽ അപകടത്തിൽ കാര്യമായ പരിക്കുകളില്ലാതെ ഏതെങ്കിലും വിമാനഭാഗങ്ങൾ തകരാത്ത ഭാഗങ്ങൾ ഉണ്ടായിരുന്നവർ പോലും അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന എന്തായാലും വലിയ ആശങ്കയാണ്. ആ ആശങ്ക ഈ അപകട വിവരം അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. 242 പേർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരും മരിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. സ്ഥിരീകരിച്ചിട്ടുള്ള വിവരമല്ല, പക്ഷേ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നമ്മളോട് നേരത്തെ സംസാരിച്ച ഈ സംഭവ സ്ഥലത്തെത്തിയ മലയാളി സൂചിപ്പിച്ചിരുന്നു, ആരും തന്നെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും സാധ്യതയുമില്ല. അവിടുത്തെ ആളുകളുമായൊക്കെ സംസാരിച്ചതിൽ നിന്ന്, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവും സംസാരിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ആ നിലയിൽ തന്നെയുള്ള വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങളും നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം